ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിൽ തില്ലയിൽ വാഴുന്ന അന്തണരെ കുറിച്ചിട്ട് ഗ്രന്ഥകർത്താവ് വിവരിക്കുന്ന ഭാഗമാണ് ഇനി നാം കാണാൻ പോകുന്നത്. തില്ലയിൽ, അതായത് ചിദംബര ദേശത്ത് 3000 ബ്രാഹ്മണ സഭകളുണ്ട്, ബ്രാഹ്മണക്കൂട്ടമുണ്ട്. ഈ ബ്രാഹ്മണക്കൂട്ടത്തെ 3000 ബ്രാഹ്മണക്കൂട്ടത്തിൽ ആദ്യത്തെ ബ്രാഹ്മണൻ ഭഗവാൻ ശിവനാണ് എന്ന് പറയുന്നു. നമുക്ക് നോക്കാം. അത് ചിദംബരത്തെ 3000 ബ്രാഹ്മണരിൽ ആദ്യത്തെ ബ്രാഹ്മണൻ ശിവഭഗവാനാണ്. മറ്റ് ഉള്ള 2999 പേർ കൈലാസത്തിൽ നിന്നും വന്ന ശിവൻ്റെ ഭൂതഗണങ്ങളാണ്. അവർ ഭഗവാന്റെ കുഞ്ചിതപാദത്തെ ആരാധിച്ച് ശിവഭോഗവും ശിവയോഗവും അനുഭവിച്ചിരുന്നു. മാത്രമല്ല, വിധിപ്രകാരമുള്ള പൂജയിലും ധ്യാനത്തിലും മുഴുകിയിരുന്നു. അവർ ആഹവനീയം, ദക്ഷിണം, ഗാർഹപത്യം എന്നീ 3 അഗ്നികൾ പുറത്തും ശിവപുണ്യം എന്ന അഗ്നി തങ്ങളുടെ ഹൃദയത്തിനുള്ളിലും ജ്വലിപ്പിക്കുന്നവരും പരമാത്മതത്വത്തെ പ്രതിപാദിക്കുന്ന വേദാംഗങ്ങളിൽ പാണ്ഡിത്യം നേടിയവരുമായിരുന്നു. ഭഗവാന്റെ സേവകർ എന്ന മഹിമയിൽ അവർക്ക് തുല്യരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ അവരുടെ മഹത്വത്തെക്കുറിച്ച് ചേക്കിഴാർ 6 പാടലുകളായിട്ട് വിവരിക്കുന്നുണ്ട്. നമുക്ക് അതുകൂടി നോക്കാം. ചിദംബരത്തിൽ നടരാജപ്പെരുമാനായി ആദിമധ്യാന്തരഹിതനായി ആനന്ദ നടനം ചെയ്യുന്ന ശിവപെരുമാൻ്റെ പൂങ്കുഴൽ തൊഴുതുകൊണ്ട് തില്ലയിൽ വാഴുന്ന അന്തണർ എന്നും 3000 എന്നും അറിയപ്പെടുന്നവരുടെ മഹിമ ഇവിടെ ചേക്കിഴാർ വിവരിക്കുകയാണ്. ഈ വംശത്തിലെ അംഗങ്ങളെല്ലാവരും വിഭൂതിഭൂഷിതനായ നടരാജന് പാദസേവ ചെയ്യുന്നവരും എല്ലാ മഹിമകൾക്കും അതിർത്തിവരമ്പായി വിളങ്ങുന്നവരും പൊന്നമ്പലത്തിൽ എല്ലാ പൂജകളും ചെയ്യാൻ അർഹരായവരും തങ്ങളുടെ സ്ഥിതിക്ക് ചേർന്ന മറ്റ് പല സേവകളും ചെയ്യുന്നവരുമാണ്. 4 വേദങ്ങളും 6 വേദാംഗങ്ങളും 4 ഉപാംഗങ്ങളും ഹൃദ്യസ്ഥമാക്കി വേദവിധി പ്രകാരം ഇവർ ജീവിക്കുന്നു. ധർമ്മത്തിൽ അടിസ്ഥാനമാക്കിയ പ്രവൃത്തികൾ മാത്രമേ ഇവർ ചെയ്യൂ. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന രോഗപൈതാഹാദികൾ ഇവരെ ബാധിക്കില്ല. തങ്ങൾക്ക് ലഭിച്ച ഏത് ധനത്തിനും ഉപരിയായത് വിഭൂതി അണിഞ്ഞ് നടരാജ പൂജ ചെയ്യുന്നതാണ് എന്നിവർ വിശ്വസിച്ചു. ഇഹലോകത്തിൽ കൂടി 3000 ഒന്നായി തന്നെ ശിവപിരാനെ കണ്ടറിഞ്ഞവർ തങ്ങൾക്ക് സമമായി തങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞവരാണ് ഈ 3000. ഈശ്വരസേവയല്ലാതെ വേറെ ഏതൊരു സമ്പാദ്യവും ഇവർക്കില്ല. ഇപ്രകാരമുള്ള തില്ലയിൽ വാഴുന്ന അന്തണരെയാണ് 6 ശ്ലോകങ്ങളിലായിട്ട് ഇവിടെ ചേക്കിഴാർ വിവരിക്കുന്നത്. ഇവരുടെ മഹത്വം അവർണ്ണനീയമാണ്. ജ്ഞാനം, ധ്യാനം, ജപം, സത്യം എന്നീ 4 യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് ഇവർ. ഉദാരമനസ്കരും തപോനിഷ്ഠരുമാണ്. പരമമായ തത്വത്തെ അറിഞ്ഞ ഇവർ കളങ്കമറ്റ ജ്ഞാനം, ക്ഷമ, സംതൃപ്തി ഇവയെല്ലാം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ശിവസ്വഭാവം കാരണം അഹങ്കാരമറ്റവർ ഈ ജീവിതത്തിൽ തന്നെ ശിവനെ പ്രാപിച്ചവരാകുന്നു എന്നാണ് ചേക്കിഴാർ പറയുന്നത്. ജീവന്മാരുടെ വിധി നിർണ്ണയിക്കപ്പെടുന്ന നീതിമന്ദിരത്തിനെയാണ് സഭ അല്ലെങ്കിൽ അമ്പലം എന്ന് പറയുന്നത്.
ചിദംബരത്ത് അങ്ങനെ 5 സഭകളുണ്ട്. ചിൽ സഭ, അതിന് ചിറ്റമ്പലം എന്ന് പറയും. പിന്നെ കനകസഭ, ദേവസഭ, അതിന് പേരമ്പലം എന്ന് പറയുന്നു. പിന്നെ നൃത്തസഭ, അത് തേരമ്പലം. പിന്നെ രാജസഭ. ചിൽസഭയിലാണ് ഭഗവാൻ നടരാജനും ദേവി ശിവകാമിയും വാഴുന്നത്. സഭയിൽ വലതുവശത്തായി രഹസ്യം, അതായത് ചിദംബരം ആകാശഭൂതമായതിനാൽ ആകാശത്തെ പ്രതിനിധീകരിക്കാനായി ശൂന്യമായ കുറച്ച് സ്ഥലം ഒരു യവനിക കൊണ്ട് ചിദംബരത്ത് മറച്ചു വച്ചിരിക്കുന്നു. അതിനെ ചിദംബര രഹസ്യം എന്നാണ് പറയുന്നത്. ചിൽസഭയ്ക്ക് പുറത്താണ് ഭഗവാൻ തിരുമഞ്ജനം ചെയ്യുന്ന, അഭിഷേകം ചെയ്യപ്പെടുന്ന കനകസഭ. ദേവസഭയിലാണ് ഉത്സവമൂർത്തികൾ വച്ചിരിക്കുന്നത്. പ്രധാന കോവിലിന് വലതുവശത്തുള്ള നൃത്തസഭയിലാണ് ഊർദ്ധതാണ്ഡവമൂർത്തി. 1000 മണ്ഡപമാണ് രാജസഭ. ഇതാണ് പ്രധാനമായിട്ടും ആ 5 സഭകളെ കുറിച്ചിട്ട്. തില്ലയിലെ ബ്രാഹ്മണർ അവിടെയാണ് പ്രധാനമായിട്ടും എല്ലാ സ്ഥലങ്ങളിലും പൂജകൾ അർപ്പിക്കുന്നതും മറ്റ് ഉപാസനകൾ ചെയ്യുന്നതുമെല്ലാം. അതുകൊണ്ടാണ് പരമശിവൻ തന്നെ സുന്ദരമൂർത്തി നായനാർക്ക് തിരുവാരൂർ പൂങ്കോയിലിൽ വെച്ച് തിരുത്തൊണ്ടർ തിരുപ്പതികത്തിൻ്റെ ആദ്യത്തെ വരിയായിട്ട് ചൊല്ലിക്കൊടുത്തതാണ് തില്ലൈ വാഴുന്ന അന്തണർ തൻ അടിമ എന്നുള്ളത്. അവരുടെ മഹാത്മ്യം ആദ്യമായിട്ട് തിരുത്തൊണ്ടത്തുകയിൽ സുന്ദരമൂർത്തി സ്വാമികളാണ് പാടി സ്തുതിച്ചത്. അതിൻ്റെ മലയാളം തർജ്ജിമ വരവൂർ ശ്യാമുമേനോൻ കൊല്ലവർഷം 1999 കൈരളി എന്ന് പറഞ്ഞൊരു മാസികയിൽ മഹാഭക്ത രത്നാവലി എന്ന് പറഞ്ഞിട്ട് ഈ തിരുത്തൊണ്ടത്തുക മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ തർജ്ജിമയാണത്. നമുക്ക് ആ തർജ്ജിമ കൂടി ഇനി തുടർച്ചയായിട്ട് കാണാം. തില്ലയിൽ വർത്തിക്കുന്ന ചൊല്ലേഴും ഭൂദേവന്മാർക്ക് എല്ലാവർക്കും അവരുടെ ഭൃത്യർക്കും അടിമ ഞാൻ. ഇതാണ് തിരുത്തൊണ്ടത്തുകയിൽ സുന്ദരമൂർത്തി നായനാർ ഈ 3000 കുറിച്ചിട്ട് ആദ്യമായി പാടിയത്. തില്ലയിൽ വർത്തിക്കുന്ന ശ്രേഷ്ഠരായ ഭൂദേവന്മാരുടെ അടിമയാണ് ഞാൻ എന്നാണ് ഇവിടെ സുന്ദരമൂർത്തി സ്വാമികൾ പാടുന്നത്. ഈ വരികളാണ് പിന്നീട് ചേക്കിഴാർ സ്വാമി അനേകം ഗവേഷണങ്ങൾ നടത്തി തില്ലൈ ക്ഷേത്രത്തെക്കുറിച്ച് ശാസ്ത്രീയമായി രേഖകൾ സഹിതം പഠിച്ച് വിവരിക്കുന്ന ഈ 6 പാടലുകൾ. ഈ 6 പാടലുകളിലൂടെ തില്ലൈ ദേവൻ്റെ ചരിത്രവും തില്ലൈ വാഴുന്ന 3000 കുറിച്ചിട്ടും ഇവിടെ ചേക്കിഴാർ സംക്ഷിപ്തമായി വിവരിക്കുന്ന കാഴ്ചയാണ് ഈ 6 പാടലുകളിൽ നാം കാണുന്നത്. ഇതാണ് പ്രധാനമായിട്ടും ചേക്കിഴാർ വർണ്ണിക്കുന്ന തില്ലൈ വാഴുന്നവരെ കുറിച്ചിട്ട് ആദ്യമായിട്ട് പറയുന്നത്. ഇത് ഭഗവാൻ ശിവൻ തന്നെ ചൊല്ലിക്കൊടുത്ത പദമാണ് എന്നാണ് ചരിത്രരേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഓം ശിവായ നമഃ.